പ്രകൃതി ശക്തികൾ എത്രത്തോളം ശക്തമാണെന്ന് നമ്മൾക്കറിയാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും അവയ്ക്ക് പിന്നിലെ വസ്തുതകളെക്കുറിച്ചുമാണ്. ആദ്യമായി ഭൂകമ്പങ്ങൾ. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനമാണ് ഭൂകമ്പങ്ങൾക്ക് കാരണം. ലോകത്തെ 90% ഭൂകമ്പങ്ങളും നടക്കുന്നത് പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ്. രേഖപ്പെടുത്തപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പം 1960-ൽ ചിലിയിൽ നടന്നതാണ്. ഇതിന്റെ തീവ്രത 9.5 ആയിരുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന വിള്ളലുകളിലൂടെ ലാവയും ചാരവും പുറത്തേക്ക് വരുന്ന പ്രക്രിയയാണിത്. വലിയ സ്ഫോടനങ്ങൾ അന്തരീക്ഷത്തിൽ ചാരമുണ്ടാക്കുകയും സൂര്യപ്രകാശത്തെ തടയുകയും ചെയ്യുന്നതിലൂടെ വോൾക്കാനിക് വിന്റർ എന്ന അവസ്ഥയുണ്ടാക്കാം. 1815-ലെ മൗണ്ട് ടാംബോര സ്ഫോടനം കാരണം 1816-ൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വേനൽക്കാലം തന്നെ ഇല്ലാതായി. ഉരുൾപൊട്ടൽ. കുന്നിൻ ചരിവുകളിൽ നിന്ന് പാറയും മണ്ണും പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നതാണ് ഉരുൾപൊട്ടൽ. ലോകത്തിലെ ഏറ്റവും മാരകമായ ഉരുൾപൊട്ടൽ നടന്നത് ചൈനയിലാണ്. ഒരു ഭൂകമ്പത്തെ തുടർന്ന് അവിടെ 675 ഇടങ്ങളിലാണ് ഒരേ സമയം ഉരുൾപൊട്ടിയത്. സുനാമി. കടലിനടിയിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ നിമിത്തം വലിയ തോതിൽ വെള്ളം സ്ഥാനഭ്രംശം സംഭവിക്കുമ്പോഴാണ് സുനാമിയുണ്ടാകുന്നത്. ആഴക്കടലിൽ ഈ തിരമാലകൾക്ക് മണിക്കൂറിൽ 500 മൈലിലധികം വേഗതയുണ്ടാകും. ആലിപ്പഴ വീഴ്ച. ഇടിമിന്നലോട് കൂടിയ മഴ സമയത്ത് ശക്തമായ കാറ്റ് മഴത്തുള്ളികളെ തണുത്തുറഞ്ഞ ഉയരങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് ആലിപ്പഴം രൂപപ്പെടുന്നത്. ചുഴലിക്കാറ്റുകൾ. സമുദ്രത്തിലെ താപനില 80 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുമ്പോഴാണ് ഇവ രൂപപ്പെടുന്നത്. മണിക്കൂറിൽ കുറഞ്ഞത് 74 മൈൽ വേഗതയുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഹറിക്കെയിൻ എന്ന് വിളിക്കൂ. ശീതതരംഗങ്ങൾ. 24 മണിക്കൂറിനുള്ളിൽ താപനില അതിവേഗം താഴുന്ന അവസ്ഥയാണിത്. തണുത്ത വായുവിൽ ഓക്സിജന്റെ അളവ് കൂടുതലായതിനാൽ ഇത്തരം സമയങ്ങളിൽ തീപിടുത്തങ്ങൾ കൂടുതൽ ശക്തമാകാറുണ്ട്. മഞ്ഞുവീഴ്ച. മലഞ്ചെരിവുകളിൽ നിന്ന് വൻതോതിൽ മഞ്ഞ് താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയാണിത്. സിനിമകളിൽ കാണിക്കുന്നതുപോലെ വലിയ ശബ്ദങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് മഞ്ഞിടിച്ചിൽ സംഭവിക്കാറില്ല. ഉഷ്ണതരംഗങ്ങൾ. ഉയർന്ന മർദ്ദം കാരണം അന്തരീക്ഷത്തിൽ ചൂട് തങ്ങി നിൽക്കുകയും ഈർപ്പത്തോടൊപ്പം കഠിനമായ ചൂട് അനുഭവപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ടൊർണാഡോകൾ. അതിവേഗത്തിൽ കറങ്ങുന്ന വായുസ്തംഭങ്ങൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ടൊർണാഡോകൾ ഉണ്ടാകുന്നത് അമേരിക്കയിലാണ്. ശരാശരി 1200 എണ്ണം ഓരോ വർഷവും അവിടെ സംഭവിക്കുന്നു. പ്രളയം. വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് പ്രളയത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നത്. പ്രളയം നാശനഷ്ടങ്ങൾ മാത്രമല്ല, കോളറ പോലെയുള്ള പകർച്ചവ്യാധികൾ പടരാനും കാരണമാകുന്നു. വരൾച്ച. ദീർഘകാലം മഴ ലഭിക്കാത്ത അവസ്ഥയാണിത്. 1930കളിൽ അമേരിക്കയിലുണ്ടായ ഡസ്റ്റ് ബൗൾ ഇതിന് വലിയൊരുദാഹരണമാണ്. കാട്ടുതീ. വനങ്ങളിലെ ഉണങ്ങിയ സസ്യങ്ങൾ നീക്കം ചെയ്യാനും പുതിയവ വളരാനും ചില പരിസ്ഥിതി വ്യവസ്ഥകൾ കാട്ടുതീയെ ആശ്രയിക്കാറുണ്ട്. ഇത് ഗ്രൗണ്ട് ഫയർ, ക്രോളിംഗ് ഫയർ, ലാഡർ ഫയർ, ക്രൗൺ ഫയർ എന്നിങ്ങനെ 4 രീതിയിൽ വ്യാപിക്കുന്നു.